പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാർലമെന്റ് ഇരുസഭകളും ചേരുന്നുണ്ട് ഡൽഹിയിൽ. ഇരുസഭകൾ ചേരുമ്പോൾ ഇരുസഭകളിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇന്ത്യ US വ്യാപാര കരാറിൽ ആണ് ലോക്സഭയിലെ പ്രതിപക്ഷ ബഹളം. മോദി കീഴടങ്ങി എന്ന മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിപക്ഷം അവിടെ പ്രതിഷേധമുണ്ടാവുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഒരു വലിയ സഭാ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും വാർത്തകളും ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ലോക്സഭയിൽ സംഭവിക്കുന്ന എന്താണ് ബൽറാം? अगर सदन नहीं चलाना चाहते हैं और आप नारेबाजी हंगामा करना ही चाहते हैं तो सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. ബൽറാം നെടുങ്ങാടി വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കരാറിൽ കീഴടങ്ങി എന്നതാണ് ലോക്സഭയിലെ പ്രതിപക്ഷത്തിന്റെ വാദം. എന്തായാലും സഭാ നടപടികൾ എത്ര മണിവരെയാണ് നിർത്തിവെച്ചത് ബൽറാം? ഹാഷ്മി, പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഈ കരാർ സംബന്ധിച്ച് ധാരണയെത്തി എന്ന കാര്യം പ്രഖ്യാപിച്ചത്. അത് അദ്ദേഹത്തിന്റെ തന്നെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ ആയിരുന്നു. എന്നാൽ ഇത്രത്തോളം സുപ്രധാനമായ ഒരു കരാർ സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു കരാർ, രാജ്യത്തെ കാർഷിക മേഖലയടക്കമുള്ള നിരവധി മേഖലകളെ ബാധിക്കുന്ന ഒരു കരാർ സംബന്ധിച്ച് ധാരണയിലെത്തുമ്പോൾ അത് ഇന്ത്യക്കാരെ അറിയിക്കേണ്ടത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് എന്നുള്ള അതാണ് പ്രതിപക്ഷം, കോൺഗ്രസ് പ്രധാനമായും നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തിന് സമാനമായി തന്നെ ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു കരാർ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ അക്കാര്യം ഡൊണാൾഡ് ട്രംപ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചത്. തുടർന്ന് ട്രംപിന്റെ ആ ഒരു പ്രസ്താവനയിൽ പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഒഴിവാക്കുമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട്. US നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങും എന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയിരിക്കുന്നു. കൂടാതെ അടുത്ത 5 വർഷം $500 മില്യൺ ചരക്കുകൾ US നിന്നും വാങ്ങാമെന്നുള്ള ഉറപ്പ് US ഇന്ത്യ നൽകിയിട്ടുണ്ട് ഈ കരാറിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. കൂടാതെ US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കാം, ഘട്ടം ഘട്ടമായി 0 തീരുവ വരെ എത്തിക്കാം എന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഈ കരാർ വഴി തുടങ്ങിയ കാര്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. അതിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം. ഇന്ത്യയുടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ആശ്വാസകരമാകും ഈ കരാർ. ലെതറും ഒപ്പം തന്നെ സമുദ്ര വിഭവങ്ങളും കൂടാതെ മറ്റ് തുണിത്തരങ്ങളും അടക്കമുള്ളവയ്ക്ക് ആശ്വാസമാകുമെങ്കിലും കാർഷിക മേഖല, ക്ഷീരമേഖല എന്നിവയിലെ ഇറക്കുമതി അത് വലിയ തോതിലുള്ള പ്രതിസന്ധി രാജ്യത്ത് സൃഷ്ടിക്കുമെന്നാണ് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള ഇറക്കുമതിക്ക് തീരുവ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ ഈ കരാറിൽ വ്യവസ്ഥയുണ്ട് എന്ന തരത്തിലാണ് നിലവിൽ US ഭാഗത്തു നിന്നും ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്ന പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ രാജ്യത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് എന്താണ് ഈ കരാറിന്റെ പ്രധാന വ്യവസ്ഥകൾ എന്ന് രാജ്യത്തെ ജനങ്ങളെ അറിയിക്കാതെയാണ് ഇത്തരത്തിലൊരു കരാറിലുമായി ബന്ധപ്പെട്ട ധാരണയിലേക്ക് എത്തിയത് എന്നും അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി വിശദീകരണം നൽകണം എന്നുമുള്ള ആവശ്യമാണ്. വളരെ പെട്ടെന്ന് ഡീലായത്. ആ ഡീൽ ഉണ്ടായത് എങ്ങനെയാണ്? എന്തെങ്കിലും ഉപാധികളുണ്ടോ? എന്തുകൊണ്ടാണ് ആ ഡീൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കേണ്ടി വരും തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.